ബീവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പെട്ടോനെ എത്രയാ പറഞ്ഞേ? അതാദ്യം കേക്കട്ടെ. പറയില്ല. ഏപ്രിൽ 13, 2002. വയസ്സ് കൂട്ടിയതാണോ കുറച്ചതാണോ? ചെറുതായി കൂട്ടിയോ? മാപ്പൊന്നും പറയണ്ട, പൊക്കോ. ഉമ്മയിലോട്ട് വാട്ടോ കണ്ടു. എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? 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 ചോദിക്ക സമ്മതാണോ? സമ്മതാണോ? 100 വട്ടം സമ്മതം. എങ്ങനെ കണ്ടു? എങ്ങനെ ഇഷ്ടപ്പെട്ടു? എങ്ങനെ കല്യാണം കഴിച്ചു? സംഭവം കസിനാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഷോപ്പിലോട്ട് പ്രൊമോഷന് വരുമോ പേയ്മെന്റ് ഒക്കെ കൊടുത്തത് കസിനാണ്. പക്ഷെ ഞാൻ ആ വീഡിയോന്റെ ഇത് ശരിയായിട്ടുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ റീൽസ് അയച്ച് കമ്പനി ആയി. പിന്നെ അങ്ങനെ തീരുമാനമായി. നമ്മളൊരു 3 മാസത്തെ കഷ്ടപ്പാടാണ് ഈ ആക്ച്വലി ഒരു ദിവസത്തെ ഫുൾ എന്താ പറയാ നമ്മള് കണ്ടത്. അതെ കണ്ടത്. ഓ ചെണ്ടുമല്ലി കള്ളിപ്പൂ പോലെ പിന്നെ വന്നു നീ പെണ്ണാലെ തരിവണ്ണ് പോലെ ആ ചുണ്ടാകെ ഒരു വണ്ട് പോലെ ഞാൻ മൂളണ്ടേ. ഇന്റർനാഷണൽ ലെവലായിരുന്നു സത്യത്തിൽ. ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞങ്ങള് പറയായിരുന്നു. ഞങ്ങള് വന്നപ്പോ കാണുമ്പോ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം ചിലർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് അതിനായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പാവം മുംബൈന്ന് എവിടുന്നോ സാധനം കൊണ്ടുവരിപ്പിച്ച് പിന്നെ അതിന്മേൽ വർക്ക് ചെയ്ത് കുറെ കഷ്ടപ്പെട്ടിരിക്കണം. ഇറ്റ് വാസ് വെരി മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ഈ ഒരു ഡ്രസ്സിൽ. ഓൾറെഡി നിങ്ങളുടെ അതിലൊരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഭയങ്കര രസമായിരുന്നു. ശരിക്കും അങ്ങനെ റിയാക്ഷൻ. അത് നമുക്കൊരു ഇന്റിമേറ്റ് പ്രോഗ്രാം വേണം. അത് ഫാത്തിമാന്റെ മാത്രം പ്ലാൻ. ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അതെന്റെ ഡ്രീം സാധനമായിരുന്നു. പക്ഷെ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് പക്ക വെസ്റ്റേൺ എന്നുള്ള രീതിയിൽ വീട്ടിലത്തെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അതൊരു 50-60 ആളല്ലേ. അത് ഈ പറഞ്ഞ 4000-5000 ആൾക്കാരെ നിക്കാഹ് പരിപാടി ഇല്ലേ, നമ്മളെ എൻട്രി വരെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ബ്ലാങ്കാ. കാരണം ഫുള്ള് ലൈറ്റ്, കുറെ ആൾക്കാർ, ഇതല്ലാതെ ആരാ വന്നത്. ഞാൻ എൻ്റെ ഫാമിലിനെ പോലും കണ്ടത് ആകെ 2-3 നോക്കാണ്. നിങ്ങൾ കുറെ പെണ്ണ് കാണാൻ പോയതൊക്കെ അല്ലേ, നിങ്ങളെ കണ്ടീഷനൊക്കെ എന്താ വയസ്സ്? നമുക്ക് കുറെ കണ്ടീഷൻസ് വെച്ചിട്ട് കാര്യമില്ല. കുറെ ആലോചിച്ചിട്ട് അതേപോലെ കിട്ടിയില്ലെങ്കിലോ? അതെ. അപ്പോ ഞാൻ പറഞ്ഞു, കിട്ടിയതിന് ഒന്നല്ലെങ്കിൽ നമ്മൾ ആ കണ്ടീഷനൊക്കെ ആവുക, അല്ലെങ്കിൽ പോലെ രണ്ടാളും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒന്നൊക്കെ ആവുക എന്നുള്ള രീതിയിൽ നിന്റെ ഒരു കണ്ടീഷന്. കാരണം നമ്മൾ കുറെ ആലോചിച്ച് വെച്ചാൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ചിലതിൽ കേട്ടില്ല, റിലേഷൻഷിപ്പിൽ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടത്തിലായിരിക്കും, പിന്നെ അത് കുറഞ്ഞ് ഗ്രാജുവലി വരും, ചില ബോണ്ടൊക്കെ പോകുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് നമ്മൾ ആദ്യം അത്ര ഇല്ലേനു, ഇപ്പൊ ഇറ്റ്സ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. അതെ, അപ്പൊ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ബിബി പേടിയുണ്ടോ? ഒട്ടുമില്ല. ഞാനൊരു 11 ചോദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. രണ്ടുപേരുടെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളുടെ മനപ്പൊരുത്തം എത്രത്തോളം ഉണ്ട് എന്നാണ് ഞാൻ അറിയാൻ വേണ്ടി പോകുന്നത്. അതായത് മേഡ് ഫോർ ഈച്ച് ദർ ഗെയിം ആണ്. എനിക്കറിയാം നിങ്ങൾ അടിപൊളി കപ്പിൾസ് ആണ്. മനപ്പൊരുത്തം വെറുതെ കാര്യമൊന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ സെയിം ക്വസ്റ്റ്യൻസ് ആണ് അജ്മലിക്കാരോട് കൂടെ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് ആയിട്ട് അജ്മലിക്കാരോട് അപ്പൊ രണ്ടുപേരും കറക്റ്റ് ആണോ പറയുന്നത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഓക്കെ, ബീവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. പെട്ടോനെ. ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ ആയിട്ട് ഫുൾ വേണം. ഏപ്രിൽ 13, 2000. ഏപ്രിൽ 13, 2000. ഓക്കെ, റെഡ്. എനിക്ക് അറിയത്തില്ല, എനിക്ക് ചോദിക്കാട്ടോ. ബീവിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാ പറഞ്ഞേ? അതാദ്യം കേക്കട്ടെ. പറയില്ല. ഏപ്രിൽ 13, 2002. ഓ മൈ ഗോഡ്. വയസ്സ് കൂട്ടിയതാണോ കുറച്ചതാണോ? ചെറുതായി കൂട്ടിയോ? എത്ര വയസ്സ്?
മേലോട്ട് വാട്ടോ കാണിച്ചു. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സമയത്തെ നിങ്ങൾ രണ്ടുപേരും ഇട്ട ഡ്രസ്സ്? അപ്പൊ ഒരു ജീനും ഒരു ബ്ലാക്ക് ടോപ്പ് പോലുള്ള സംഭവമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇട്ടത് ഒരു പിങ്ക് സ്വെറ്റ് ഷർട്ടും ബ്ലൂ ജീനും. അതിനൊക്കെ എന്തിട്ടെ? ഞാന് ഫോർമലായിട്ടുള്ളൊരു ബ്ലൂ ഷർട്ടും ലൈറ്റ് പാന്റ് അങ്ങനെ എന്തോ ആണ്. കുറച്ചായി, 1.5 കൊല്ലം മുന്നേ ആണ്. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ്. ഒരു ഫോർമൽ എന്തോ ആണ്. ഓക്കെ, ബ്രൗൺ പാൻസ് ആണെന്ന് തോന്നുന്നു. ആ ബ്ലൂ കളർ ഷർട്ട് ആയിരിക്കോ? ആണെന്ന് തോന്നുന്നു. ബ്ലൂ ആണോ യെല്ലോ ആണോ യെല്ലോ ഒന്നും വൈറ്റ് ആണോ നോട്ട് വൈറ്റ്, ബ്ലാക്ക് ആണോ? ഒരു ബ്ലൂ ആണ് എൻ്റെ മനസ്സില് മനസ്സിൽ പറയുന്നത്. അജ്മലിക്കാന്റെ ആർക്കും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് അല്ല, ടാലന്റ് ഉണ്ടോ? അങ്ങനെ ഒരു ടാലന്റ് ഉണ്ടോ? തോന്നുന്നില്ല. എനിക്കറിയാം, ചിലപ്പോ ഇനി ഫാത്തിമക്ക് ചിലപ്പോ തോന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഹിഡൻ ആയിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ദിവസം മുന്നേ സ്റ്റോറി ഇട്ട് അത് പബ്ലിക് ആക്കി പോയി. ഇങ്ങനെ ആക്കുമ്പോൾ ആൾക്ക് സൗണ്ട് വരുമോ? ആ പൊട്ടിക്കാൻ പറ്റും. ഓൾസോ വേറൊരു സാധനം, നാവ് കൊണ്ട് ഇങ്ങനെ കാണിച്ചിരുന്നു. എല്ലാം ഞാൻ ഇന്റർവ്യൂവിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ആദ്യത്തെ ഗിഫ്റ്റ്? എന്റെ എൻഗേജ്മെന്റിന് മുന്നേ ഫാത്തിമ എനിക്ക് PS5 ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഞാന് അവൾക്ക് ഗോൾഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തന്നെ കൊടുത്തില്ലേ? ഓക്കെ, എങ്കയോ പോച്ചിടാ. അതെങ്ങനെയുണ്ട്? അത് കൊള്ളാം, പക്ഷെ ആദ്യത്തെ ഗിഫ്റ്റ് പോരട്ടെ. ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ഒരു PS5 ആയിരിക്കും. ഓക്കെ, എൻഗേജ്മെന്റിന് കുറെ സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അത് കുറെ ഉണ്ട്. ഹി വിത്ത് ഹിസ് ഫാമിലി തന്നതാണ്. ഓക്കെ. സോ അതില് ഡയമണ്ട് നെക്ലേസ്, റിംഗ്, കുറെ ചോക്ലേറ്റ്സ്, ഈ മുട്ടായി കൊടുക്കൽ പറയും, അതില് പെട്ട സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ? ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്താണില്ലേ? ഹണിമൂൺ നിലവില് പ്ലാൻഡ് അല്ല. ഇല്ല, ട്രാവൽ ചെയ്യാൻ എനിക്ക് രണ്ടാക്കും താല്പര്യം. പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ഒരു ലൊക്കേഷൻ ഇപ്പൊ പറഞ്ഞിട്ടില്ല. എന്നാലും രണ്ടാളും ട്രാവലിങ്ങിന് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആണ്. എന്നാലും ഒരു സ്ഥലം ഒന്ന് കറക്കി കുത്തി. പാരീസ്. ഡ്രീം ഡെസ്റ്റിനേഷനെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. എന്നാലും ഒന്ന് കറക്കി കുത്ത്. ആളെ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്. എന്റെ അല്ല, നിങ്ങൾ രണ്ടുപേരുടെ. മേ ബി ദുബായ്. ദുബായ് ഉറപ്പിച്ചില്ലേ? അറിയില്ല. ഓക്കെ, നിങ്ങളെ രണ്ടുപേരും വഴക്കിടുമ്പോഴേ ഒരാള് ദേഷ്യപ്പെട്ട് മാറിയിരിക്കുക, പക്ഷെ നിങ്ങളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ എന്ത് കാര്യം ചെയ്താ കൺവിൻസ് ആവും, അല്ലെങ്കിൽ ആ ദേഷ്യം മാറും? അത് ഫാത്തിമ എന്നോട് എപ്പോഴും ഞങ്ങൾ രണ്ടാളും അതിന് കണക്റ്റഡാണ്. സംസാരിച്ച് സോൾവ് ആക്കണം എന്ന് പറയും, എത്ര തെറ്റിയായി. ഓക്കെ, രണ്ടുപേർക്കും സംസാരിച്ച കൺവിൻസ് ആവും. അത് ഞാൻ എൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഓളത്തുള്ള പ്രശ്നമാണെങ്കിലും അവള് സംസാരിച്ചിട്ട് അതിന് നട്ടപ്പാതിര 4 മണിയായാലും 5 മണിയായാലും സംസാരിച്ച് സോൾവ് ആക്കണം എന്ന് പറയും. സംസാരിക്കാൻ ചിലപ്പോൾ രണ്ടാളും ഓക്കെ ആവൂല, സംസാരിച്ചിട്ട് അത് എങ്ങനെയൊക്കെ സോൾവ് ആക്കും. അത് എൻ്റെ അടുത്ത് വന്നൊന്ന് സംസാരിച്ചാൽ മതി, അത് മാറിക്കോളും. അതിപ്പോൾ എത്ര വലിയ വഴക്കാണെങ്കിലും ഒന്ന് വന്ന് അടുത്തിരുന്ന് പറഞ്ഞ പോലെ ഒന്ന് കെട്ടിപ്പിടിക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അത് മാറിപ്പോ, വേഗം പോയി പോകും. എനിക്ക് അങ്ങനെ ദേഷ്യം കുറെ നേരം വെച്ചേക്കാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഫോം ഒക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ നീണ്ടുപോകും. പക്ഷെ അടുത്ത ആളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീരണം. യെസ്, ഓക്കെ, ഫൈനലി അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി 2 ചെയർ അങ്ങ് ഇടൂ, ഇനി തുടങ്ങാം യുദ്ധം. ഈ ഒരു മാസം ഇവരുടെ കല്യാണ വീഡിയോ ആണ്, ഇൻസ്റ്റഗ്രാം തുറന്നാൽ കാണാം. സോ ചൂടോടെ രണ്ടുപേരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാത്തിമ ബീവി, അജ്മൽ റോഷൻ, സ്വാഗതം. രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് വന്നിരിക്കും. അതെ, രണ്ട് വീട്ടിൽ നിന്നാണല്ലോ വരുന്നത്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട്. എന്താ ചെയ്യാന്നൊക്കെ. ഫാത്തിമ ബീവി ശരിക്കും ബീവിയായി. അങ്ങനെയാണ് ശരിക്കും ബീവിയായി നമ്മുടെ ഫാത്തിമ. ശരിക്കും എങ്ങനെയുണ്ട് ബീവി ആയ സമയത്തെ? ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണത്തിന് വേണ്ടിയിട്ട്. ആള് മറ്റേ ബ്ലഷ് ചെയ്യായിരുന്നു സത്യത്തില്. ആൻഡ് കല്യാണ ദിവസം ഞങ്ങളിത് നിക്കാഹ് അതിന്റെ ഓരോ വീഡിയോ വരുന്ന സമയത്തെ
ഇതെന്താ ഇപ്പൊ നടക്കണേ, ഭയങ്കര രസമായിട്ട് കാരണം വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങള്. ശരിക്കും ഈ കല്യാണം എന്ന് പറഞ്ഞ ഒരുപാട് നാളത്തെ പ്ലാൻ ആണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഓരോ പ്ലാനും അത് സക്സസ്ഫുള്ളി നടക്കണ സമയത്തെ? ഭയങ്കര സന്തോഷമായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീല്? നമ്മളൊരു 3 മാസത്തെ കഷ്ടപ്പാടാണ് ഈ ആക്ച്വലി ഒരു ദിവസത്തെ ഫുൾ എന്താ പറയാ നമ്മള് കണ്ടത്. അതെ കണ്ടത്. 5000 ആളെ പരിപാടി. 1000 ആൾക്കാരെ പരിപാടി. അതിന്റെ ടെൻഷൻ നമുക്ക് നല്ലോണ്ടേനും. ഇച്ചിരി കൺജഷൻ വന്നാൽ മതി പരിപാടി കോളാവാൻ. അതെ. അപ്പൊ നമ്മള് സ്ഥലം ചൂസ് ചെയ്യാനും എല്ലാത്തിനും നമ്മള് കുറെ ഓടി നടന്ന് കുറെ തപ്പി അവസാനം ഓരോന്നിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അങ്ങനെ ചൂസ് ചെയ്തതാണ് എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. നടന്നപ്പോ എന്താ ഇതങ്ങ് കഴിഞ്ഞല്ലോ. ഫുള്ള് സ്മൂത്ത്. പക്ഷേ അല്ലേ സംഭവം എല്ലാ ദിവസവും ഓരോ ദിവസവും നടക്കുന്നതോറും ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ ദിവസം വരാനുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു കഴിഞ്ഞു പോയല്ലേ. ശേടാ ആദ്യം ഞങ്ങക്ക് ചെക്കനെ പരിചയപ്പെടുത്ത്. അജ്മൽ റോഷൻ ഹായ്. വർക്കിംഗ് അല്ലെങ്കിൽ ഹി ഓൺസ് അല്ലെങ്കിൽ ഹിസ് ഫാമിലി ഓൺസ് ലേഡീസ് പ്ലാനറ്റ് പറഞ്ഞൊരു ബുട്ടീക്ക് ഉണ്ട് പെരിന്തൽമണ്ണാണ്. അവരെ മദർ ഷോപ്പ്. പിന്നെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു പറയൂ. സംസാരിക്കുന്നത് പ്രൊമോഷൻ ആവട്ടെ. പാലക്കാടുണ്ട്, പെരിന്തൽമണ്ണ, പിന്നെ കുറെ ഹോട്ടൽസ് ഉണ്ട്. ബിസിനസ് ആണ് മെയിൻ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ഒരു കപ്പിൾ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ എങ്ങനെ കണ്ടുമുട്ടി, എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ കല്യാണം കഴിച്ചു? ഇതാൾക്കാർ കേട്ടുപെടുത്തുന്നു. നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇവരെന്നെ പ്രൊമോഷന് വിളിച്ചാണ്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഷൂട്ടിന് പോയി ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടപ്പോ ഇവൻ മൂപ്പര് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. മൈൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുഖത്തേക്കൊന്നും നോക്കാതെ അവിടെയൊക്കെ ഷൂട്ട് ചെയ്യണം, ഈ സെക്ഷനൊക്കെ ഷൂട്ട് ചെയ്യണം, ഇത് ഇങ്ങനെ കിട്ടണം, ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അല്ല, പറഞ്ഞു തന്നത് ആളാണ്. ഇടയിൽ എപ്പോഴും പറയുന്നുണ്ട്, ഇടപെട്ടിട്ടില്ല. അർജുന്റെ കസിനാണ് സംസാരിക്കുന്നത്. ആള് ഭയങ്കര കൂളായിട്ട് ചിരിച്ചിട്ടൊക്കെ വർത്താനം പറയും. ഇത് ഒരുമാതിരി ഒരു മൂക്കത്താശങ്ക എന്നൊക്കെ പറഞ്ഞ. ഞാൻ എന്റെ സിസ്റ്ററിന്റെ കൂടെ ഷോപ്പിലപ്പോ എൻട്രി ചെയ്യണുള്ളൂ. പക്ഷെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടോണ്ടായിരിക്കും ഞാൻ അന്നൊന്ന് ഇയാളെന്താ ഇങ്ങനെ നോട്ട് ചെയ്തു ഞങ്ങൾ. അതെ, നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരെ നോട്ട് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഷൂട്ടിന് പോയി. രണ്ടാമത്തെ ഷൂട്ടിന് പോയപ്പം ഇവരൊക്കെ ആയിട്ട് കുറച്ചുകൂടി കമ്പനിയായി. ഇവരെ ഫാമിലി എല്ലാരും കൂടിയാണ് നോക്കി നടത്തുന്നത്. അപ്പൊ ഏകദേശം ഫാമിലിയിൽ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളായിട്ട് കമ്പനിയായി. പിന്നെ അങ്ങനെ ഒരു കോള് വന്ന് അജയന്റെ ഉപ്പന്റെ അടുത്തുനിന്ന്. അങ്ങനെ പിന്നെ എല്ലാം പെട്ടെന്ന്. ഇനി അജ്മലിന്റെ വേർഷൻ ഞാൻ കേക്കട്ടെ. ശരിക്കും ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടു, ആളെ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല ഇല്ല. വൈ ശ്രദ്ധിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഒരു വ്ളോഗർ വരുന്നുണ്ട് ഷോപ്പില്, ഫാത്തിമ എന്ന് പറയാ. സത്യത്തില് ഞാൻ ആ സൈഡിക്ക് വല്ലാണ്ട് പോയിട്ടില്ല. ഞാൻ എന്റെ സിസ്റ്ററിന്റെ കൂടെ ഷോപ്പിൽ എന്തോ ഒരു സംഭവത്തിന് ഫ്ലോറിൽ ഷൂട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് ഒരു മിന്നാട്ടം കണ്ടു, ഞാൻ പോയി. സെക്കൻഡ് പ്രാവശ്യം വന്നപ്പോഴേക്ക് ഞാൻ ഇവളോട് എങ്ങനെയാ അവളേക്ക് കണക്ട് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഉപ്പ ചോദിച്ചു, ഷോപ്പിന്റെ വീഡിയോസ് കിട്ടിയോന്ന്, റെഡി ആയിട്ടുണ്ടോന്ന് ചോദിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ സംഭവം കസിനാണ് ഇവളെ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഷോപ്പിലോട്ട് പ്രൊമോഷന് വരുമോ, പേയ്മെന്റ് ഒക്കെ കൊടുത്തത് കസിനാണ്. പക്ഷെ ഞാൻ ആ വീഡിയോന്റെ ഇത് ശരിയായിട്ടുണ്ടോ ചോദിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ റീൽസ് അയച്ച് കമ്പനി ആയി, പിന്നെ അങ്ങോട്ട് തീരുമാനമായി. ശരിക്കും ഈ പ്രപ്പോസൽ ഇപ്പൊ ഒരു പ്രണയം ഇതിൽ ചെറുതായിട്ട് പൂട്ടിട്ടുണ്ടായിരുന്നോ? അറേഞ്ച് മാരേജ്. നമ്പർ ചോദിച്ച് ഉപ്പനെ കൊണ്ട് വിളിപ്പിച്ച് പിന്നെ ഒരാഴ്ച പെണ്ണ് കാണലായി. ഇതിലൊരു പെർസെന്റേജ് പോലും ഞങ്ങള് ഒരു പ്രേമത്തിനോ ഇല്ല. ഓൾറെഡി എനിക്ക് അത്യാവശ്യം ഏജ് ഉണ്ട്. ചർമ്മം കണ്ട അല്ല, അങ്ങനല്ല, നമ്മള് ഓപ്പൺ ആയിട്ട് കാര്യം പറയണ്ടേ. അപ്പോ ഫാത്തിമന്റെ വീട്ടില് കല്യാണം കഴിപ്പിക്കുമോ എന്നുള്ള രീതിയിൽ ഉപ്പ ചോദിച്ചു. പിന്നെ പക്ക അറേഞ്ച് മാരേജിന്റെ പ്രോസസ്സില് അങ്ങനെ പിന്നെ ഫാസ്റ്റ് ആയി. പിന്നെ 12 ദിവസം കൊണ്ട് എൻഗേജ്മെന്റ് സെറ്റായി. പിന്നെ ഒരു ടൈം വേണമെന്ന് പറഞ്ഞു, ഒരു 3 മാസം. സംഭവം നമ്പർ പാസ് ചെയ്തൊക്കെ നമ്മൾ തന്നെ പാരന്റ്സിന്റെ. പക്ഷെ ഫസ്റ്റത്തെ പെണ്ണാണ് കണ്ടപ്പോ നമ്മളെ പാരന്റ്സിനെല്ലാം ഭയങ്കര ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഫിക്സ് ആക്കി. പക്ഷെ ഞമ്മക്കൊരു ഉറപ്പില്ല, പെട്ടെന്ന് സെറ്റായി. ഇതിപ്പോ എന്താ സംഭവം? രണ്ടാമത് പെണ്ണാണോ പോയി, രണ്ടാമത് നമ്മള് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് എന്താ ലൈഫിനെ കുറിച്ചുള്ള ഒരു അപ്രോച്ചെങ്കിലും നമ്മൾ അറിയണല്ലോ. അങ്ങനെ കാരണവും മനസ്സിലായി.
എങ്ങനെയാ കോൺവെർസേഷൻ നടന്നത്? ഇപ്പൊ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ആള് ചിരിക്കുന്നുണ്ട്, അപ്പൊ എന്തോ അവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി പാരന്റ് എന്നാ നിങ്ങൾ സംസാരിച്ച് വരും എന്നിട്ടൊരു സ്പേസ് തരികയാണ്. എന്തായിരുന്നു ആ കോൺവെർസേഷൻ? ആൾക്കെന്തോ അതെ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കുറച്ചു കാലത്തെ പരിചയമുള്ളൂ, അങ്ങനെ വലുതായിട്ട് അങ്ങനെ കംഫർട്ടായി സംസാരിക്കാത്ത ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് സംസാരിക്കും പോലെ എന്താ നമ്മളെ കുറിച്ച് ഒരു ഇംപ്രസ് ചെയ്യിപ്പിക്കാനല്ലേ നോക്ക. ഇതൊരുമാതിരി വേണമെങ്കിൽ ഇത് നമുക്ക് ഡോറൊക്കെ തുറന്നത് അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഹി വാസ് വാട്ട് ഹി വാസ്, ലൈക്ക് എന്താണോ ആള് അത് തന്നെ കാണിച്ചു തന്നെ. അപ്പൊ മനസ്സിലായി ഓക്കെ ഇതില് ഫേക്ക് ഒന്നും ആയിരിക്കില്ല. ഹി വാസ് വെരി ഓപ്പൺ എന്നുള്ളത്. ഞാൻ പറഞ്ഞ അത്ര വേണമെങ്കിൽ നടത്താം, അങ്ങനത്തെ അത്ര ഇതൊന്നുമില്ല. ആവശ്യമുള്ളിടത്ത് ഈ കേസ് അല്ലാതെ ഭയങ്കരമായിട്ട് നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫേക്ക് ആയിട്ട് എന്തെങ്കിലും കാണിക്കാൻ അങ്ങനെ ഒന്നുമില്ല. മൂപ്പർക്ക് എന്താണ് തോന്നുന്നത് അത് മൂപ്പര് പറയുന്നുണ്ട്. ശരിക്കും ഒരു ഇന്റർവ്യൂ ആണ് അവിടെ നടന്നത്. ഇന്റർവ്യൂ ഫസ്റ്റ് ഞങ്ങള് ഒരു കഫേയിൽ വെച്ചിട്ടായിരുന്നു പെണ്ണാണല്. അപ്പോ ഞങ്ങൾ അതേപോലെ അപ്പുറത്തെ ടേബിളിലും പെണ്ണാണല്ല. ഞങ്ങള് പാരന്റ്സിനെയും കൂട്ടിട്ട് ഒരു പ്രൈവസി കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഹോട്ടലൊക്കെ മാറ്റി കാഫേ ആക്കി. കാഫേ ആക്കിയപ്പോ ഞങ്ങളെക്കാട്ടും വലിയ ജാതിന്റെ ആൾക്കാർ അപ്പുറത്ത് പെണ്ണാളിച്ചിട്ട് അപ്പൊ ഞങ്ങൾ തന്നെ ഓരോ പെണ്ണാളല്ലോ ഇവരെ നോക്കി പഠിക്കുക, എന്നിട്ട് നമുക്കൊന്നും ചെയ്യാം. ഇതേപോലെ ഞങ്ങൾ അതേ സിസ്റ്റത്തിൽ ഞാൻ പറയും ഒരു ചെക്കന് പെണ്ണ് ഇപ്പൊ നീച്ച് പോണം നോക്കിക്കോ. അപ്പൊ എന്താ ചോദിച്ചു, അത് പെണ്ണാണല്ലാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ചോദിച്ചു. ഇപ്പൊ നോക്കിക്കോ 2 മിനിറ്റ് പോലെ നീച്ച് പോയി ഓല് മാറി ഞങ്ങൾ വേറെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓലെ കുറിച്ച് കമന്റ് അടിക്കല്ലേ, ആ കുട്ടി നമുക്ക് നിങ്ങളുടെ മറന്നുപോയി. ഞങ്ങൾ സംസാരിക്കാൻ മറന്നു. ഞങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുന്നതൊക്കെ ആയപ്പോ ബാക്കിയുള്ള കപ്പിളിനെ നോക്കി ഫുഡും കഴിച്ചിരിക്കുക. വീട്ടിൽ എത്തിയപ്പോ ഇതൊക്കെ സംഭവം സെറ്റായി, വീട്ടുകാർ തമ്മിൽ സെറ്റായി. പക്ഷെ ഞങ്ങള് സംസാരിച്ചില്ലായിരുന്നു. ഫാത്തിമ പെട്ടെന്ന് അപ്പൊ ഞാൻ ഉപ്പനോട് പറഞ്ഞു, അപ്പൊ ഇവര് വീട്ടിൽ ഫുൾ ഫിക്സ് ചെയ്ത പോലെ ഉള്ള. അപ്പം എന്റെ ഉപ്പ അജുന്റെ ഉപ്പനെ വിളിച്ചപ്പോ അജുന്റെ ഉപ്പ വാസ് ലൈക്ക് അതെന്താ ഒന്നുകൂടി സംസാരിക്കണം എന്ന് പറഞ്ഞു. അവര് വിചാരിച്ചു ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്തെങ്കിലും ആണ്. പിന്നെ സംസാരിച്ചപ്പോ ഓക്കെ. ഏത് മൊമെന്റിലാണ് ഇപ്പം ഒരു ഇന്നാളെ എന്റെ ലൈഫ് പാർട്ട്ണർ ആവണം, കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നമ്മളെ പാർട്ട്ണറെ ചൂസ് ചെയ്യാൻ പറ്റുമോന്ന് ആളുകൾക്ക് എപ്പോഴും ഡൗട്ട് വരും. ചിലപ്പോൾ നമുക്ക് എങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വരേണ്ട ആളാണ്. സോ എങ്ങനെ ഏത് മൊമെന്റിലാണ് ഇപ്പം ബീവി എന്റെ ബീവി ആയിട്ട് വരേണ്ട ഒരാൾ തന്നെയാണെന്ന് തോന്നിയത് എങ്ങനെയാ? പറയൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഇവളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനും പ്രേമിക്കാനൊന്നും നിന്നിട്ടില്ല. ഇവളിനോട് പല പ്രാവശ്യം ഫ്രണ്ട്സ് ആയപ്പോൾ, അതായത് ഈ ജസ്റ്റ് ഒരു കോണ്ടാക്ട് ഉള്ളപ്പോൾ തന്നെ എന്തെങ്കിലും നിങ്ങൾ കുറെ പെണ്ണ് കാണാൻ പോയതൊക്കെ അല്ലേ, നിങ്ങളെ കണ്ടീഷനൊക്കെ എന്താ വയസ്സ് നമുക്ക് കുറെ കണ്ടീഷൻസ് വെച്ചിട്ട് കാര്യമില്ല. കുറെ ആലോചിച്ചിട്ട് അതേപോലെ കിട്ടിയില്ലെങ്കിലോ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയതിന് ഒന്നല്ലെങ്കിൽ നമ്മൾ ആ കണ്ടീഷനൊക്കെ ആവുക, അല്ലെങ്കിൽ പോലെ രണ്ടാളും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഒന്നൊക്കെ ആവുക എന്നുള്ള രീതിയിൽ നിന്റെ ഒരു കണ്ടീഷന്. കാരണം നമ്മൾ കുറെ ആലോചിച്ച് വെച്ചാൽ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നോട് ചോദിച്ചപ്പോ സത്യം പറഞ്ഞ കാര്യങ്ങൾ അല്ല ഞാൻ അവളോട് നല്ല കാര്യം കാര്യമില്ല. എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ജനറേഷനിൽ എനിക്ക് അങ്ങനത്തെ വേണം ഇത് വേണം. എന്നോട് എന്നോ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്താ പറയുക കണ്ടീഷൻസ് വെച്ചിട്ട് എന്താ കിട്ടിയില്ലെങ്കിലോ അടുത്ത ആളുടെ ഡൈവേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടീഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവളെ സംബന്ധിച്ചിട്ട് ഞാൻ വെളിയിൽ കണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തിരക്കാണെങ്കിലും ജസ്റ്റ് ആ വർക്ക് റെഡി ആയെന്ന് ചോദിച്ചപ്പോൾ ഇവളാണ് ഇങ്ങോട്ട് എഫേർട്ട് ഇട്ട്. അതായത് വലിയ തിരക്കാണെങ്കിലും എനിക്കവിടെ വാല്യൂ ഇല്ല. കാരണം നമ്മൾ നോർമലായിട്ടുള്ള ആളിൻ്റെ ഷോപ്പിലൊന്നും ഇവിടെ വർക്ക് ചെയ്ത് അപ്പോൾ ഇല്ലാത്ത സമയം വെച്ചിട്ട് ഇവിടെ നമുക്ക് റിപ്ലൈ റീൽസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ കുറച്ചൊക്കെ എഫേർട്ട് ഇടുന്നുണ്ടല്ലോ എന്നുള്ളത് എനിക്കും തോന്നി. ഞാൻ വർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രൊഫഷണൽ, അതാണ് ഞാൻ അവിടെ കാണിച്ചത്. അങ്ങനെ ലൈഫ് പാർട്ണറായിട്ട് കൊണ്ടുവരാൻ പിന്നെ ഈ കമ്പനി ആകുമ്പോൾ തന്നെ നമുക്ക് ചില വൈബ് കിട്ടുമല്ലോ. അതിപ്പോ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ ഇവളെ എന്താ കെട്ടണം എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല. ഇപ്പൊ ഫാത്തിമക്ക് തന്നെ അറിയാം, ഞങ്ങള് ജസ്റ്റ് ചാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ചില വൈബുകള് സെറ്റായി. അതായത് ഞാൻ പറയല്ലേ ഒരാഴ്ച കൊണ്ട് തന്നെ കല്യാണം സെറ്റായി. പ്രേമിക്കാനൊന്നും ഇല്ല, പക്ക അറേഞ്ച്ഡ് മാരേജ്. ഫാത്തിമന്റെ ആണെങ്കിലും എന്റെ സൈഡിൽ നിന്നാണെങ്കിലും വീട്ടുകാര് ചോദിച്ചു, വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് വിധിച്ചാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. ആ ഡയലോഗുമ്പോ പരിപാടി സിമ്പിൾ പരിപാടി. അപ്പൊ എന്നോട് എല്ലാരും ചോദിക്കാം അജു ഇത്
ലവ് മാരേജ് അല്ലേ, ആരോട് എങ്ങനെയാ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക? ഇപ്പോഴും ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ല. അവരറിയാം നിങ്ങൾ കുറെ കാലം പ്രണയിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഞങ്ങളെ പറ്റിച്ചെന്നൊക്കെ. ഞങ്ങൾക്ക് തന്നെ ടൈം കിട്ടാത്തോണ്ട് ഞങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. രണ്ടാമത് പെണ്ണുണ്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ രണ്ടാമത് പെണ്ണ് കണ്ടിട്ടാണ് ഒന്ന് കൺഫേം ചെയ്തിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോന്ന് ഓക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് സെറ്റ് ആക്കിയത്. എല്ലാം ഫാസ്റ്റായി. എൻഗേജ്മെന്റും കല്യാണമൊക്കെ പിന്നെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയത് 3 മാസം വേണം, കാരണം കുറച്ചുകൂടി അറിയണമല്ലോ എന്തായാലും. ഓക്കെ. അപ്പൊ ഈ പറയണ കല്യാണം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡിസിഷനാണ്. ആൻഡ് ഇപ്പൊ ആള് പറഞ്ഞു രണ്ടാമത് മീറ്റ് ചെയ്തപ്പോ തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലായി, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായത്. ആദ്യത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണോ ഇന്നാക്കിയത് ശരിക്കും ഇവിടെ? അല്ല, ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് അല്ല പിന്നെ കണ്ടപ്പോ ഉണ്ടായിരുന്നത്. രണ്ടാമത് ഞാൻ ഷൂട്ടിന് പോയില്ലേ, അപ്പോഴേക്കും പിന്നെയും കുറച്ചുകൂടി കമ്പനിയായി. നമ്മൾ ഈ ഫാമിലി മൊത്തം ഒരു കമ്പനിയായി. അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് അല്ല, കുറച്ചൊക്കെ ചിരിക്കും. പക്ഷെ എനിക്കൊരു ഇതുണ്ടായിരുന്ന ആൾ കോഴിയല്ലാന്ന് മനസ്സിലായി. കണ്ടപ്പോ അങ്ങോട്ട് പോയിട്ട് ഹലോ അതല്ല മനസ്സിലായി. ആരെ കണ്ടാലും ഇപ്പോഴും ആദ്യം കാണുമ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, പിന്നെ കുറച്ചങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കെട്ടങ്ങ് കഴിയും. ആറ്റിറ്റ്യൂഡ് കൊണ്ടൊന്നല്ല എന്തായാലും. ആറ്റിറ്റ്യൂഡ് ഒന്നല്ല, നമ്മളിപ്പോ ഷോപ്പിൽ വന്ന് വരുമ്പോഴേക്കും നമ്മൾ ചിരിച്ചു കൊടുത്താൽ പറയുമ്പോൾ കോഴിയാണ് അറിയും, ചിരിച്ചിട്ടില്ലെങ്കിൽ പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമ്മളെ സ്റ്റാൻഡിൽ നിന്നാൽ പോലെ എന്തായാലും ആൾക്കാർ പറയുന്നൊക്കെ ഏതെങ്കിലും ഒന്ന് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞില്ലേ ഷൂട്ടിന്റെ കാര്യം ചോദിച്ചിട്ട്, വീഡിയോന്റെ ഔട്ട് ചോദിച്ചിട്ട്, യൂഷ്വലി ഇപ്പൊ നമുക്ക് അവർക്ക് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ തലയിൽ കയറും, ശരി കുറച്ചങ്ങ് ഫ്രീഡം കൊടുത്തെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഹി വാസ് ലൈക്ക് വെരി മിതമായ രീതിയിൽ മാത്രമേ ചാറ്റ് ചെയ്യുള്ളൂ. ഞാൻ എപ്പോഴും വന്ന് ചാറ്റ് ചെയ്യൂല, എന്തെങ്കിലും എടുക്ക് എന്തെങ്കിലും മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെ ഒരു കോയിത്തരം കാണിക്കാത്തോണ്ടായിരിക്കാം മേ ബി. ഇത് പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? ഞാൻ പറഞ്ഞേ ഇത് കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾ ശ്രദ്ധിക്കുക, ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. പറഞ്ഞു കൊടുക്കും ടിപ്സ്. ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ശേഷം നിങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയതല്ലേ? അതെങ്ങനെയുണ്ട്? എൻഗേജ്മെന്റിന് ശേഷം അതെങ്ങനെയുണ്ട്? ആ ഒരു ഫീൽ എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മള് ചില ഇതിൽ കേട്ടില്ലേ, റിലേഷൻഷിപ്പിൽ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടത്തിലായിരിക്കും, പിന്നെ അത് കുറഞ്ഞ് ഗ്രാജുവലി വരും, ചില ബോണ്ടൊക്കെ പോകുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് നമ്മൾ ആദ്യം അത്ര ഇല്ലേനു, ഇപ്പൊ ഇറ്റ്സ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. അപ്പൊ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്തായാലും ഒരു പ്രപ്പോസൽ പരിപാടി. സ്റ്റേജിൽ ഓൾറെഡി കല്യാണത്തിൽ പ്രപ്പോസൽ പരിപാടി നടന്നിട്ടുണ്ടാവും ചെറുതായിട്ട്. എനിക്ക് ലൈവായിട്ടൊരു പ്രപ്പോസൽ കാണുന്നുണ്ട്. ശരിക്കും അവിടെ ആരാ പ്രപ്പോസ് ചെയ്തേ സ്റ്റേജില്? ഫാത്തിമാനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം. നമ്മൾ ഇങ്ങനെ നടന്നു വരുന്ന മാമൂലുകളൊന്നും തെറ്റിക്കാൻ പാടില്ല. ശരിക്കും വേണമെങ്കിൽ 2 വേർഷൻസ് ഓഫ് നമുക്കൊരു പ്രപ്പോസൽസ് കാണാം. കാരണം നിങ്ങൾക്ക് 2 പേർക്ക് പ്രപ്പോസൽസ്, അതും അറേഞ്ച് മാരേജിന് ശേഷമാണ് അവസരം. എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഞങ്ങളൊന്ന് കണ്ടുപിടിക്കട്ടെ ഇതൊക്കെ. അപ്പൊ വീണ്ടും ഒരു ഷൂട്ടിന് വന്നു. എന്തായാലും ബിബിയോട് ഇടയ്ക്കിടയ്ക്ക് അലാറം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജിമ്മിൽ പോവാന്, മരുന്ന് കുടിക്കാന്, അത് ഇത്. ഇനിയിപ്പോ ഓർമ്മിപ്പിക്കാൻ ആള് വന്നു. ആളെ ഓർമ്മിക്കാൻ അലാറം സെറ്റ് ചെയ്യണം. അയ്യോടാ. ഓക്കെ. ഹായ് ഹായ് അജ്മൽ റോഷൻ. ഹായ് ഹായ്. ഷൂട്ടിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷൂട്ടിന് വിളിച്ചല്ല, ഫസ്റ്റത്തെ ഇതിന് വന്നപ്പോഴേ ഷൂട്ടിന് വന്നപ്പോ കല്യാണം കഴിഞ്ഞ ഇതൊന്നും അന്വേഷിക്കാതാണോ കല്യാണം ഇല്ല നോക്കുന്നുണ്ട്. വീട്ടിൽ സംസാരിച്ച സംസാരിച്ച നോക്കി അറിയില്ല. നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു, ഞാൻ ഉപ്പാനോട് ചോദിച്ചോളാം. എന്നോട് ചോദിക്കണില്ലേ? സമ്മതല്ലേ? അതിങ്ങനെ നിങ്ങൾക്ക് അറിയാം. ചോദിക്ക സമ്മതാണോ? 100 വട്ടം സമ്മതം എന്നൊക്കെ ഇത്ര ഈസി ആയിരുന്നു എന്നൊക്കെ. ഓക്കെ, ഞാൻ ചോദിക്കാൻ. ഇതാണ് അജ്മലിക്കാന്റെ പ്രപ്പോസൽ. ഒരു പ്രപ്പോസൽ ബി അങ്ങോട്ട്. ഹായ്. ഹലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് കുറച്ച് ജാടയാണോ, പെട്ടെന്നൊന്നും പറയില്ല. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഫാത്തിമ ബീവി. അതെ. ഞാൻ കുറച്ച് കളക്ഷൻസ് നോക്കാൻ വന്നു. കാണിച്ചിട്ടില്ലേ?
സ്റ്റാഫ് ഉണ്ടല്ലോ, സ്റ്റാഫിനെ പക്ഷെ നിങ്ങൾക്ക് നല്ല കളക്ഷൻ ഐ മീൻ ചോയ്സ് ആണ്. എൻ്റെ ചോയ്സ് കറക്റ്റാ. ഞാൻ കുറച്ച് കാണിച്ചു തരുമോ? നിങ്ങൾ അന്ന് കാണിച്ചു തന്നില്ലേ ഷൂട്ടിന് വന്നപ്പോൾ? അങ്ങനത്തെ മോഡൽസ് കാണിച്ചു തന്നതാണ്. ഓക്കെ ഓക്കെ. എന്താ പേർപ്പസ് എന്താ? ഇടാൻ അല്ല കല്യാണത്തിനുള്ളതാണോ നോക്കണ്ടേ അതോ? അല്ല, വേണമെങ്കിൽ കല്യാണം ആക്കാം. നമുക്ക് കല്യാണത്തിനുള്ളത് നോക്കാം. ആരെ കല്യാണ? കുട്ടീൻ്റെ കല്യാണ? അല്ല ഈ കുട്ടീൻ്റെ കല്യാണം കഴിക്കാം. അല്ല സിസ്റ്ററിൻ്റെ കസിൻ്റെ ആരെങ്കിലും കല്യാണമാണ്. ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ജ്വല്ലറി എടുക്കാനൊന്നും വന്നതല്ല. ഞാൻ ആക്ച്വലി നിങ്ങളെ കാണാൻ വന്ന. നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഉപ്പനെ നിങ്ങളെ പോയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് നോക്കി വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇത്ര ആറ്റിറ്റ്യൂഡാണോ ലൈഫിൽ? അതെ, ഞാൻ ഒറ്റയ്ക്ക് വെറുതെ വന്നിട്ട് ചിരിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ, വീട്ടുകാർ സമ്മതിക്കണ്ടേ. അതല്ല എൻ്റെ അങ്ങോട്ട് നോക്കുന്നേ. ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? 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 എന്നാ പിന്നെ അവര് പോയി നോക്കിയാ. കല്യാണത്തെ സമ്മതം പറ. ഇഷ്ടമാണ് പറ, തിരിച്ച് ഇഷ്ടം പറ. ഓക്കെ, പെട്ടെന്ന് തന്നെ 3 ദിവസം കൊണ്ട് കല്യാണം എന്നൊക്കെ. ശരിക്കും പറഞ്ഞാലേ ഞാനും വിചാരിച്ചു ഭയങ്കര ഇൻട്രോട്ടാ, പക്ഷെ ആള് ഭയങ്കര സ്മാർട്ട് ആള് വിഷയാണ്. ഒരു എക്സ്പീരിയൻസ് വരാണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലായിരുന്നു സത്യത്തിൽ. ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞങ്ങൾ പറയായിരുന്നു, ഞങ്ങള് വന്നപ്പോ കാണുമ്പോ തന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം ചിലർക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വരാറില്ല. പിന്നെ നമുക്ക് അതിനായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടീമുണ്ട്, നൗഷാദ് ഖാനെ പ്ലാൻ ചെയ്യുന്നു. വീട്ടിലെ കല്യാണമാണ്. അപ്പം കുറെ ആൾക്കാർ ലേഡീസ് പ്ലാനറ്റിൽ പോയിട്ട് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലേഡീസ് പ്ലാനറ്റ് എന്നുള്ള സംഭവം. അപ്പൊ ഓർക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഔട്ട് കൊടുക്കണം, ആരും കാണാത്തൊരു സംഗതി വേണം. പാവം മുംബൈയിൽ നിന്ന് എവിടുന്നോ സാധനം കൊണ്ടുവരിപ്പിച്ച് പിന്നെ അതിൽ വർക്ക് ചെയ്ത് കുറെ കഷ്ടപ്പെട്ടിരിക്കണം. വാസ് വെരി മച്ച് ഇൻവെസ്റ്റഡ് ഇൻ ദിസ്. ഈ ഒരു ഡ്രസ്സില് ഓൾറെഡി നിങ്ങളുടെ അതിലൊരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഭയങ്കര രസമായിരുന്നു. ശരിക്കും അങ്ങനെ റിയാക്ഷൻ. അത് നമുക്കൊരു ഇന്റിമേറ്റ് പ്രോഗ്രാം വേണം. അത് ഫാത്തിമാന്റെ മാത്രം പ്ലാനാണ്. ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അതെന്റെ ഡ്രീം സാധനമാണ്. പക്ഷെ അതാണ് ഇഷ്ടപ്പെട്ടത്. അത് പക്ക വെസ്റ്റേൺ എന്നുള്ള രീതിയിൽ വീട്ടിലത്തെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ, അതൊരു 50-60 ആളല്ലേ. അത് ഈ പറഞ്ഞ 4000-5000 ആൾക്കാരെ നിക്കാഹ് പരിപാടി ഇല്ലേ, അത് നമ്മളെ എൻട്രി വരെ നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ബ്ലാങ്കാ. കാരണം ഫുള്ള് ലൈറ്റ്, കുറെ ആൾക്കാർ, ഇതല്ലാതെ ആരാ വന്നത് എന്താ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ എന്റെ ഫാമിലിനെ പോലും കണ്ടത് ആകെ 2-3 നോക്കാണ്. ചിലപ്പോ അത്ര ആളുകൾ നമുക്ക് മെമ്മറീസ് ഓർത്ത് വെക്കാനൊന്നുമില്ല. പിന്നെ ആകെ കുഴങ്ങി, രണ്ട് സൈഡും ചിരിച്ചിട്ടും നിന്നിട്ടും. പിന്നെ ഇത്രയും ഹെവി ലെഹങ്കാണ്. ഫോട്ടോഷൂട്ട് കഴിയുന്നില്ല കാരണം അത്ര ആളുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇന്റിമേറ്റ് സാധനം വെക്കണം, മൈ വെരി ക്ലോസ് പീപ്പിൾ, എന്നിട്ട് ഒരു സിമ്പിൾ അങ്ങനെ ഹെവി അല്ലാത്തൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ബ്രേക്ക് എടുത്തു, രണ്ടാമത്തെ ദിവസം അത് എന്റെ മനസ്സില് കല്യാണം ഇപ്പം വേണ്ടെന്നാണെങ്കിലും കുറെ കാലം മുന്നേ എന്റെ മനസ്സിലൊരു സാധനം, വെസ്റ്റേൺ കൈൻഡ് ഓഫ് വെഡിങ് തീം എന്തായാലും ചെയ്യണം. പോസിബിൾ ആണോന്ന് എനിക്കറിയില്ല. കാരണം അത് ഞാനൊരു ഒറ്റയാൾ പട്ടാളായിരുന്നു. ഞാൻ ആർക്കും വലിയ യോജിപ്പില്ല. കാരണം എല്ലാവരും ഹോസ്പിറ്റലിൽ പിന്നെ ആണെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന്റെ പിറ്റേന്നാണ് എല്ലാവരും ടയേർഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു പരിപാടിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എവറിബഡി താങ്ക് മീ. എവരിവൺ വാസ് ലൈക്ക് ഇങ്ങനെ ഒരു പരിപാടി ആവശ്യമായിരുന്നു. ഇനി വരാണ്ട് ഫോട്ടോസും വീഡിയോസും. രണ്ടെണ്ണം കൂടെ വരാം. ഞങ്ങൾ പോസ്റ്റ് ചെയ്തായിരിക്കും പെട്ടെന്നൊക്കെ. ആൾക്കാരെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 സംഖ്യ നമ്മളെ നിക്കാഹിന്റെ ഒറിജിനൽ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറെ ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ട് ഗസ്റ്റ് വരുന്നതനുസരിച്ച് ഓൾറെഡി ഗസ്റ്റ് മാത്രല്ല വേറെ വെഡിങ് ടീമുകള്, പിന്നെ ഈ മീഡിയ ടീംസ്, അങ്ങനത്തെ കുറെ ആൾക്കാർ ഔട്ട് ചെയ്തിട്ട് ആൾക്കാർക്ക് മടുത്തുണ്ടാവും മിക്കവാറും. അതിനുശേഷം നമ്മൾ പോസ്റ്റ് ചെയ്യും. പക്ഷെ ഒരുപാട് ആൺകുട്ടികളെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. പെൺകുട്ടികളെയോ സ്റ്റോറി പറയൂ കേക്കണ്ടേന്നൊക്കെ. ഹീറോ ഓഫ് ഏതൊക്കെ ഞാൻ പറയില്ല കഥ കളിക്കില്ല. ശരിക്കും രണ്ടുപേർക്കും ഒരുപാട് ഫാൻസ് ഉണ്ട്. മെസ്സേജസ് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ കട്ടിന് ശേഷം ചെക്കന്മാര് ഡൈവേഴ്സ് കെട്ടറിയാതെ കുറെ ആൾക്കാർ ഇതൊക്കെ ഞാൻ കണ്ടു.
നിങ്ങള് മെസ്സേജ് നോക്കിക്കോളി, ഞാൻ ഓളെ ഈ മെസ്സേജ് നോക്കിയിരിക്കാ ചെയ്യാ. ഇത് കണ്ടിട്ട് എല്ല മൂഡ് പോകുന്നത്. അല്ല, ഓള് കൂളായിട്ട് എന്നോട് ഫോണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടരും. ഞാൻ ഫോണിന്റെ ഫോൺ കൊടുക്കും, കാരണം മറിച്ചൊക്കെയാണെന്ന്. ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ. അപ്പോ ഫോണിൽ എന്താ, ഞാൻ എന്തിനാ പോയി നോക്കിട്ട് എന്താ കൊറേ ലവ് അപ്പോ താല്പര്യമില്ല. ഇങ്ങനെ ഒരുപാട് വിഷമം ഫാത്തിമയുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പൊ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഇന്നൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല എങ്ങനെ തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ? പാട്ട്, ഡാൻസ്, വൈബ് ഏതാറിയോ? കുറച്ച് മുന്നത്തെ ഇംഗ്ലീഷ് സോങ്സ് ഇല്ലേ, ഒന്ന് പാട്ട് നന്നായിട്ട് പാടുന്ന ഒരാളാണ്. ഓളെ പാട്ട് ഫുള്ള് 90s 20s 2000 വെട്ടത്തിലെ പാട്ടെന്നൊക്കെ. ഞാൻ ഫുള്ള് ഈ ദ വീക്കെൻഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചെയിൻ സ്മോക്കേഴ്സ് അങ്ങനത്തെ ഒക്കെ വേറെ ഏരിയ ആണ്.